അമ്പിളി 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 ഞാനാ രഘുവേട്ട. അല്ല, രഘുവേട്ടൻ എപ്പോഴാ വന്നേ? ഞാനിപ്പോ വന്നേ ഉള്ളൂ. നിനക്ക് എന്താ പറ്റിയ? നീ എന്തിനാ നമ്മൾ ഇങ്ങനെ കിടന്ന് പേടിക്കുന്നേ? എനിക്കറിയില്ല രഘുവേട്ട, എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാൻ വിളി. നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഭയപ്പെടുത്തിയോ? അല്ല, നീ പുറത്തേക്ക് വന്നത് മുതൽ ടെൻഷനാ, പനിച്ചെടുക്കണമെന്നൊക്കെ ഞാൻ വിളിച്ചപ്പോ ചീരു പറഞ്ഞു. എന്താ അമ്പിളി ഉണ്ടായത്? ആ സ്വർണ്ണക്കാരുടെ ഗുണ്ടകളെങ്ങാനും നിന്നെ വഴിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയോ? ഏയ്, ഗുണ്ടകൾ എന്തിനാ എന്നെ ഭീഷണിപ്പെടുത്തുന്നേ? അവരുടെ സ്വർണം ഞാനാണോ എടുത്തത്? നീ എടുക്കണ്ടല്ലോ. എന്നെ അവർക്ക് സംശയമുള്ളപ്പോ എന്റെ ഭാര്യയെ നിന്നെ അവർക്ക് ഭീഷണിപ്പെടുത്താം. അല്ല, ഒരിക്കൽ ഞാനിവിടെ ഇല്ലാത്തപ്പോ അവന്മാർ ഇവിടേക്ക് വന്നതല്ലേ? അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല രഘുവേട്ട. പിന്നെ എന്താ നിനക്ക് പറ്റിയെന്ന് പറ. ഇന്നലെ രാത്രി മുതൽ നിന്റെ മൂഡ് ശരിയല്ല. ഇനി എന്നോട് പറയാൻ പറ്റാത്ത വല്ല പ്രശ്നമാണോ അമ്പിളി? രഘുവേട്ടൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എല്ലാം തുറന്നു പറഞ്ഞാലോ? അല്ലെങ്കിൽ എന്റെ നെഞ്ചു പൊട്ടിപ്പോവും. നീ എന്താ അമ്പിളി ആലോചിക്കുന്നെ? എനിക്ക് കുറച്ച് വെള്ളം വേണം രഘുവേട്ട. വെള്ളം? പറയാം, എല്ലാം രഘുവേട്ടനോട് തുറന്നു പറഞ്ഞ് മനസ്സിന്റെ ഭാരം ഇറക്കി വെക്കാം. വെള്ളം കുടിക്ക. ശബരീന്ദ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്താ നീ എന്ത് കേട്ടാൽ ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ? അല്ല, അവരെന്തിനാ വന്നത്? അവർ ഉണ്ണിക്കുട്ടന് മഹാദേവ ക്ഷേത്രത്തിൽ തുലാഭാരം നടത്താൻ വേണ്ടി വന്നതാ. അപ്പോ ശബരീന്ദയെന്ന് പോവില്ല അല്ലേ? അതെങ്ങനെ പോവാനാ? നാളെ പുലർച്ചെയല്ലേ തുലാഭാരം? അല്ല, അപ്പോഴേക്കും അച്ഛൻ തിരിച്ചു വരുമോ? അതറിയില്ല. ദേ അച്ഛനെ വിളിച്ച് സംസാരിച്ചു എന്നാ പറഞ്ഞേ. ഞാനൊന്ന് കിടക്കട്ടെ രഘുവേട്ട, വല്ലാത്ത ക്ഷീണം. ശബരീന്ദയും ഇങ്ങോട്ട് കയറാനിരുന്നതാ. പനി പകരുമെന്ന് പറഞ്ഞ് ചീരു അവരെ തടഞ്ഞു. ഇപ്പൊ ചൂട് നല്ല കുറവുണ്ടല്ലോ. എന്തായാലും എനിക്കിപ്പോ ആരെയും കാണണ്ട രഘുവേട്ട, കുറച്ച് കഴിയട്ടെ. ശരി, എന്നാലേ നീ കിടന്നോ. ചായ ആയോ ആന്റി? ഇപ്പൊ റെഡിയാവും ചീരു. ഞാൻ മക്കൾക്ക് പാല് തിളപ്പിക്കുമായിരുന്നു. ഓ, അവരുണർന്നാ കൊടുക്കേണ്ടല്ലേ? ചായ കൊണ്ടുപോകുമ്പോഴേ ഇതുകൂടി അങ്ങ് എടുക്കാം. മക്കളിനി എപ്പോ വേണേലും ഉണരാം. പലഹാരം എന്തെങ്കിലും ഉണ്ടോ ആന്റി? ഉണ്ട്, ദേ എടുത്തു വെച്ചിട്ടുണ്ട്. ആ, അമ്പിളിയെ വിളിച്ച് കഞ്ഞി കൊടുക്കണ്ടേ ചീരു? രഘുവേട്ടനെ അമ്പിളി ചേച്ചിയുടെ മുറിയിലുണ്ട്, വരട്ടെ, ചോദിച്ചിട്ട് കൊടുക്കാം. അമ്പിളിക്ക് കഞ്ഞി കൊടുത്താ എനിക്ക് വീട് വരെ പോകായിരുന്നു. അവിടെ സന്ധ്യാവിളക്ക് കൊളുത്തിയിട്ട് ഞാൻ വേണമെങ്കിൽ തിരിച്ചു വരാം. വേണ്ട ആന്റി, ഈ ചായ അവിടെ കൊണ്ടുവച്ചിട്ട് ആന്റി വേണമെങ്കിൽ പൊയ്ക്കോ. അമ്പിളി ചേച്ചിക്ക് വിശക്കുമ്പോ ഞാൻ കഞ്ഞി എടുത്ത് കൊടുത്തോളാം. ആന്റി പിന്നെ വരണമെന്നില്ല, ദയ കൂടെ ഉണ്ടല്ലോ. അത്താഴത്തിന് ഞങ്ങൾ ഒരുമിച്ച് എന്തെങ്കിലും ഉണ്ടാക്കിക്കോളാം. ശരി, എന്നാ ചീരു ആ പലഹാരവും പാലും എടുത്തോ. ആ, മോന് വിശക്കുന്നുണ്ടോ? പാപ്പം കഴിച്ചേ. ഇത് കഴിച്ചോടാ. ചായ കുടിക്കും. ഓ,
അയ്യോ ഉണ്ണിക്കുട്ടിന് വേണോ? രഘുവേട്ട അമ്പിളി ചേച്ചി ഉണർന്നോ രഘുവേട്ട? പനി കുറവുണ്ടോ? ആ പനി കുറവുണ്ട് ശബരി, പക്ഷെ നല്ല ക്ഷീണം തലവേദനയാ. കുറച്ച് സമയം കൊണ്ട് റെസ്റ്റ് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു. ചേച്ചി ഇന്ന് മുഴുവൻ റെസ്റ്റ് ചെയ്യട്ടെ രഘുവേട്ടാ. ഞങ്ങള് നാളെ തിരിച്ചു പോകുന്നതിനിടയിൽ എപ്പോഴെങ്കിലും ചേച്ചിയെ കണ്ടോളാം. കഴിക്കും. സ്വർണ്ണക്കടത്ത് കേസൊക്കെ എന്തായി രഘുവേട്ട? ഈ ഗുണ്ടകളുടെ ശല്യമൊന്നും ഇപ്പോ ഇല്ലല്ലോ. സ്വർണ്ണക്കടത്തുകാരുടെ ഗുണ്ടകളല്ലേ, അവര് നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു കിട്ടുന്നത് വരെ രഘുവേട്ടന്റെ പുറകെ തന്നെ കാണും. എന്റെ പുറകെ നടന്ന അവരുടെ ചെരുപ്പ് തെയ്യുന്നേ ഉള്ളൂ, വേറെ ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അവരെ കൊണ്ട് ഇനി ശല്യമൊന്നും ഉണ്ടാവില്ല രഘുവേട്ട. ആദ്യം അവര് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. രഘുവേട്ടന്റെ കയ്യിൽ സ്വർണ്ണമില്ലെന്ന് മനസ്സിലായതോടെ അവര് പിന്മാറി കാണും. എന്നാലും 1 കിലോ സ്വർണം ആരുടെ കയ്യിലായിരിക്കും? എന്തായാലും അത് കിട്ടിയ ആള് ഭാഗ്യവാൻ തന്നെ. രഘുവേട്ട മക്കൾ ഉണർന്നു, ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. ആ. നിങ്ങൾ ചായ കുടിക്കേ? കഴിക്ക് രഘുവേട്ട. അയ്യോ മക്കളെ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അമ്മ ഇവിടെ തന്നെ ഇല്ലേ? കരയണ്ട, പാല് കുടിക്കും. ലച്ചു അങ്ങോട്ടേലും മോളുടെ അച്ഛൻ വന്നിട്ടുണ്ട്. വാ പാല് കുടിക്കേ. വാ വാ വാ. എന്താ ഇവരിങ്ങനെ? ഇവിടെ ഭയങ്കര ബഹളം കരച്ചിലൊക്കെ ആണല്ലോ. ആർച്ചമോളെ എന്തിനാ കരയുന്നേ? ഭദ്രമോളെ, ലച്ചുമോളെ, അച്ഛനൊന്നും മോളെ കണ്ടേ ഇല്ലല്ലോ. ചിരു, അമ്പിളി മനസ്സുറക്കാൻ തയ്യാറായി വരികയായിരുന്നു. അപ്പോഴാ ഞാൻ ശബരിയും തയ്യാമെന്ന കാര്യം പറഞ്ഞു. ഞാനും മനഃപൂർവ്വം അവരെ മുറിയിലേക്ക് വിടാതിരുന്നതാ. ചേച്ചി ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചപ്പോ ആരെയും തൽക്കാലം കാണണ്ടെന്നാ പറഞ്ഞത്. ഇനിയിപ്പോ ഒന്നും ചോദിച്ച് വെറുതെ ടെൻഷൻ ആക്കണ്ട. അമ്പിളി ചേച്ചി ഒന്ന് റിലാക്സ് ആവട്ടെ. ഞാനത് തന്നെ വിചാരിച്ച. ബാക്കി കാര്യങ്ങളൊക്കെ ശബരിയും തയ്യും പോയിട്ട് നമുക്ക് സംസാരിക്കാം. ശരി. അച്ഛൻ ഇവിടെ ഉണ്ടായാലും കുഴപ്പമില്ല, എന്ത് സംസാരിച്ചാലും ഈ വീടിനകത്ത് തന്നെ നിന്നോളൂ. പക്ഷെ ദയ അറിഞ്ഞ അങ്ങനെയല്ല. സരോജിനി ആന്റി ഒന്നും അറിയാതെ നോക്കണം. അത് ഞാൻ നോക്കിക്കൊള്ളാൻ രഘുവേട്ട. ശരി, ഞാനൊന്നും അങ്ങോട്ട് ചെല്ലട്ടെ. ലച്ചുട്ടി, നമ്മൾ കുഞ്ഞുകുട്ടനെ കാണണ്ടേ? വാ, നമുക്ക് കണ്ടിട്ട് വരാം.